ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ശരിക്ക് ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെ. അവർ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മാൽഡീവിലേക്കോ ഒരിക്കലും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ദേശസ്നേഹികളായ ഒരു വിഭാഗത്തിൻ്റെ നാടാണ്. ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഈ വാർണിംഗ് ലോകത്ത് എല്ലാവരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ ഗുണത്തെക്കാൾ ദോഷമാണ്. അതായത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്ലാനിന് പകരം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അധികാരിക്ക് എവിടെയും ഏത് സ്ഥലം വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ ജീവിക്കുന്നവരെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പെടില്ലെന്നാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതിൽ വലിയ വലിയ റോഡുകളോ വലിയ വലിയ കെട്ടിടങ്ങളോ വലിയ വലിയ ഫാക്ടറികളോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസോർട്ടുകൾ കടലിൽ വന്നു കഴിഞ്ഞാൽ ആ ഭൂപ്രകൃതി നശിക്കും. അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എൻ്റെ പേര് മുഹമ്മദ് ഔഗെ എന്നാണ്. ഞാൻ മിനിക്കോയിലെ ഔഗെ എന്ന വീട്ടിൽ റമ്യദ് വില്ലേജിൽ ജനിച്ച് വളർന്ന് അവിടെ വിദ്യാഭ്യാസം നേടി. അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് പിന്നെ ജോലി കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സെറ്റിലായിരിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ വിശ്വാസം, അങ്ങനെ തുടങ്ങി ലക്ഷദ്വീപിനെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. നമ്മുടെ ജനിച്ച നാട്, ആ മണ്ണ്, ലോകത്തിലെ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ പലതിലും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി തന്നെയാണ് നമ്മുടെ നാട്. അത് ലോകത്ത് തന്നെ കാണാൻ സാധിക്കാത്ത പ്രകൃതി രമണീയതയും ആ കടലും ആ കടലിൻ്റെ വർണ്ണങ്ങളും അവിടുത്തെ പവിഴപ്പുറ്റുകളും അവിടുത്തെ തെങ്ങിൻ്റെ ആ സിസ്റ്റവും ആ കൃഷിയും അവിടുത്തെ ജനങ്ങളും വളരെ നല്ലവരായ, സാധുക്കളായ, സന്മനസ്സുള്ള, വളരെ അധികം ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറയാൻ പരിചയപ്പെടാനും അവരുമായിട്ട് ഇടപഴകാനും ഇല്ല ഏറ്റവും സാധാരണയായ ഒരു ജനവിഭാഗം താമസിക്കുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ന് ലക്ഷദ്വീപ് ചർച്ചാ വിഷയമായിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് പല മീഡിയകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ലക്ഷദ്വീപിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന് എതിർക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം ലക്ഷദ്വീപിനെക്കുറിച്ച് ലോകത്ത് എല്ലാവരും ഇങ്ങനെ അറിയപ്പെടാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. ഞങ്ങൾ ജനിച്ച് വളർന്ന നാടെന്ന് പറയുന്നത് നല്ലൊരു സംസ്കാരമുള്ള നാടാണ്. മനുഷ്യത്വമുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശം. അവർ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും വിശ്വാസപരമായിട്ടും അവരുടെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് വരെ. അങ്ങനെ നമുക്ക് പുരോഗതി ഉണ്ടായത്, അതായത് ഇന്ന് നമ്മൾ കാണുന്ന പുരോഗതി ദ്വീപുകളിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ലക്ഷദ്വീപിനെ അവരുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിക്കുകയും അവർക്ക് ജനഹിതം അനുസരിച്ച്, അതായത് ജനാധിപത്യപരമായ റൈറ്റ് കൊടുത്തുകൊണ്ട് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം, എന്നാൽ സാധാരണ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, നിയോജക മണ്ഡലത്തിലുള്ള ജനസംഖ്യ ലക്ഷദ്വീപിനില്ല യഥാർത്ഥത്തിൽ. എന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു പ്രൊവിഷൻ ലക്ഷദ്വീപിന് അനുവദിച്ചു കൊടുക്കുകയും 1965 അവിടെ നിന്നൊരു പാർലമെൻറ്റ് മെമ്പർ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഇന്ത്യൻ ജനാധിപത്യം അനുസരിച്ച്, അതായത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ആ ലിമിറ്റേഷൻസിനകത്ത് നിന്ന് അദ്ദേഹം ഒരു ഗോത്ര വിഭാഗം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഭൂപ്രകൃതി പ്രകാരം ഐസൊലേറ്റഡ് ആണ്, ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ഒരു ഏരിയ. അതായത് അറബിക്കടലിൽ
ചിന്നിച്ചിതറിക്കിടക്കുന്ന 32 ദ്വീപുകളിൽ അതിൽ 10 ദ്വീപിൽ നിവസിക്കുന്ന ജീവിക്കുന്ന ഇന്ന് ഏകദേശം 66,000-ഓളം വരുന്ന ജനസംഖ്യ. അന്ന് അത്രയുമില്ല, വളരെ കുറഞ്ഞ ജനസംഖ്യയെ അന്നുണ്ടായിരുന്നുള്ളൂ. അവർക്ക് രാജ്യത്തിൻ്റെ മെയിൻ സ്ട്രീമായിട്ട്, രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണമെങ്കിൽ വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി അവർക്ക് അവരുടേതായ ആ കൾച്ചർ, അവരുടെ ട്രഡീഷൻ, അവരുടേതായിട്ടുള്ള സംസ്കാരവും അവരുടെ വിശ്വാസവും സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുമായി, ഈ മഹാരാജ്യത്ത് ഒരു ഭാഗമായി തീരണമെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു ഷെഡ്യൂൾ ട്രൈബായിട്ട് ലക്ഷദ്വീപിനെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസത്തിനും തൊഴിലിനും മറ്റ് ജീവിത സൗകര്യങ്ങൾ, അതായത് അവർക്ക് യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിരുന്നു, അവർക്ക് വ്യവസായം പടുത്തുയർത്താനുള്ള അത്രയും കപ്പാസിറ്റി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റർ വരുന്ന കടൽ, അറബിക്കടലിൻ്റെ ആ ഒരു ഏകദേശം ഉള്ളിൽ കിടക്കുന്ന ചെറിയ പ്രദേശം. അതിൻ്റെ 2000 സ്ക്വയർ കിലോമീറ്ററാണ് ശരിക്ക് ദ്വീപും ലഗൂണുമായി ചേർത്താൽ തന്നെ വരുന്നത്. അതിൽ 32 സ്ക്വയർ കിലോമീറ്ററിലാണ് ലാൻഡ് ഏരിയ ഉള്ളത്. അവിടെ കൃഷി എന്ന് പറയുന്നത് തെങ്ങ. ആ തെങ്ങ് കൃഷിയിൽ നിന്നാണ് അവർ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്, ഒരു കാര്യം. പിന്നെ വിശാലമായ ഈ പറഞ്ഞ 4 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ കിടക്കുന്ന കടൽ, ആ കടൽ സമ്പത്ത് എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന ടൂണ മത്സ്യവും, അതിൽ പലതരത്തിലുള്ള ടൂണ മത്സ്യങ്ങളുണ്ട്. ആ ബോൺടോ ടൂണയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ യെല്ലോ ഫിൻ ടൂണയുണ്ട്, ബ്ലൂ ഫിൻ ടൂണയുണ്ട്. അതുകൂടാതെ ഈ ലഗൂൺ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്നും കിട്ടുന്ന വേറെ മത്സ്യങ്ങളുണ്ട്. അതൊക്കെ അവർ പിടിച്ചിട്ടും അത് ഉണക്കിയും അത് പല വിധത്തിലുള്ള പ്രോസസ്സിങ് നടത്തിയുമാണ്, ട്രഡീഷണൽ സ്റ്റൈലിലുള്ള പ്രോസസ്സിങ് നടത്തി കച്ചവടം ചെയ്തിട്ടാണ് അന്ന് എക്കോണമി നിലനിർത്തി കൊണ്ടുവന്നത്. അതിനാണ് ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു കാനിം ഫാക്ടറി 72 സ്ഥാപിതമാവുന്നത്. 72 ഒരു ജൂനിയർ കോളേജ് വന്നിട്ടുണ്ട് ദ്വീപുകാർക്ക് വേണ്ടി. ഞങ്ങളൊക്കെ പഠിച്ചത് ആ കോളേജിലാണ്. അത് കഴിഞ്ഞ് 83 ആകുമ്പോഴേക്കും 2 ഡിഗ്രി കോളേജുകൾ വന്നു. ഒരു BEd കോളേജ് 96 വന്നു. അങ്ങനെയുള്ള വികസനങ്ങൾ ദ്വീപിൽ വന്ന അഡ്മിനിസ്ട്രേറ്റർമാർ, ദ്വീപിൽ പണ്ട് വന്നിട്ടുള്ള പ്രഗത്ഭരായ, ഇപ്പോൾ മീഡിയയിൽ തന്നെ പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഉമേഷ് സൈഗൽ, വജാഹത്ത് ഹബീബുള്ള, രാജീവ് തൽവാർ തുടങ്ങിയ ദ്വീപിനെ മനസ്സിലാക്കി ദ്വീപിന് വേണ്ട വികസനം എന്താണെന്ന് ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത് മുതൽ ഐലൻഡ് ദ്വീപുകാർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, ആ ഭൂപ്രകൃതിയെ നശിപ്പിക്കാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ആ സംസ്കാരം, അവർ കൾച്ചർ, അതിനെയും സംസ്കരിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഡെവലപ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ടൂറിസത്തിന് വേണ്ടി മൊത്തമായി ആ ദ്വീപുകൾ തുറന്നു കൊടുക്കാത്തതും അതിന് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് അവർ അഡ്വൈസ് ചെയ്തത്. ആ അഡ്വൈസിൻ്റെ പുറത്താണ് അവിടെ വന്ന ഇൻഡസ്ട്രി ആയാലും, അതായത് കൊയർ ഫാക്ടറീസ് വന്നിട്ടുണ്ട്, ബനിയൻ ഫാക്ടറി വന്നിട്ടുണ്ട്, കൊപ്ര ആൻഡ് കോക്കനട്ട് ഓയിൽ പ്രോസസ്സിങ് അതിനു വേണ്ടിയിട്ടുള്ള ഫാക്ടറികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്മെൻറ്റ് ഇല്ല എന്ന് ഇന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിലുള്ളത്. അവർ വിദ്യാഭ്യാസപരമായിട്ട് നേടിയ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് 99% വരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുള്ള ഒരു പ്രദേശമായിട്ടാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത്. ഡാറ്റകൾ നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 99% ലിറ്ററസിയുള്ള ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ലക്ഷദ്വീപിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് തുടങ്ങുന്നത് ഇബ്നു ബത്തൂത്തയുടെ റിക്കാർഡുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.
മാർക്കോ പോളോയുടെ അങ്ങനെ പോർച്ചുഗീസുകാരുടെ ചരിത്രരേഖകളിൽ ലക്ഷദ്വീപിനെ അവർ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപുകാർ എവിടെന്നെങ്കിലും കുടിയേറി വന്ന ഒരു ഗിരിവർഗക്കാരോ അല്ലെങ്കിൽ ഒരു പട്ടിക ജാതിയിൽപ്പെടുന്ന ആൾക്കാരോ അല്ല. ആ ഭൂപ്രകൃതിയും അവിടുത്തെ ആ ഒരു ജനങ്ങൾക്കുള്ള പരിമിതിയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആനുകൂല്യങ്ങൾ നൽകിയത്. അവർ പണ്ട് മുതലേ അവരുടേതായിട്ടുള്ള നാവിക അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, കപ്പലുകൾ, പായക്കപ്പലുകൾ അവർക്കുണ്ടായിരുന്നു. മീൻപിടുത്ത ബോട്ടുകൾ അവർ സ്വന്തമായിട്ട് അവിടെ ഉണ്ടാക്കിയിരുന്നു. അവരുടെ ഏറ്റവും വലിയ ഡിപ്പെൻഡൻ്റ് എന്ന് അവർ ഒരു റിസോഴ്സായിട്ട് അവർ ആശ്രയിച്ചിരുന്ന തെങ്ങിനെയാണ്. ആ തെങ്ങിൻ തടി കൊണ്ട് അവർ മത്സ്യബന്ധന ബോട്ട് ഉണ്ടാക്കിയിരുന്നു, വീടുകൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ ഉപകരണങ്ങളും അത് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള സ്കിൽ, ആ കാർപ്പൻട്രി സ്കില്ല്, എൻജിനീയറിങ് സ്കില്ലൊക്കെ, നാവിഗേഷൻ സ്കിൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരുപാട് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് പണ്ട് മുതൽ അവർ ഈ പായക്കപ്പലുകളിൽ ദൂരരാജ്യങ്ങളായ ഇന്നത്തെ മിയാൻമർ എന്ന് പറയുന്ന ബർമ്മയിലേക്ക്, ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലേക്ക്, കൽക്കട്ടയിലേക്ക്, അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയിലെ ഗുജറാത്തിലെ പോർബന്തറിലേക്ക്, കച്ചിലേക്ക്, സൂറത്തിലേക്ക്, ബോംബെയിലേക്ക് ഒക്കെ, അതായത് അവർക്ക് കിട്ടുന്ന ആ 6 മാസത്തെ ദൈർഘ്യത്തിൽ, അതായത് ലക്ഷദ്വീപിൽ മൺസൂൺ എന്ന് പറഞ്ഞാൽ മെയ് 15-ാം തീയതി തുടങ്ങുന്ന മൺസൂൺ അവസാനിക്കുന്നത് സെപ്റ്റംബറിലാണ്. ആ സെപ്റ്റംബർ മുതൽ അവർ തുടങ്ങുന്ന ആ യാത്ര ഇനി അവസാനിക്കുന്നത് ചിലപ്പോൾ മാർച്ച് ഏപ്രിലായിരിക്കും. അങ്ങനത്തെ വളരെ ധൈര്യമുള്ള, വളരെയധികം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമില്ല, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സീമന്മാരുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ പല വിദേശ രാജ്യങ്ങളിലും കപ്പലുകളിൽ ജോലി ചെയ്യുന്ന, പണ്ട് മുതൽ ഏകദേശം 1920 മുതൽ തന്നെ എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ജാപ്പനീസ് വാർ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ആന്തമാനിൽ ജപ്പാൻകാരുടെ അധിനിവേശം ഉണ്ടായതായി എല്ലാ ചരിത്രങ്ങളും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അന്ന് മിനിക്കോയ്ക്കാർ അവിടെ ട്രേഡിങ്ങിനും അവിടെ ജോലിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ്സിനും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും അവിടെ നാവിഗേഷനിലും വലിയൊരു പങ്ക് വഹിച്ചതായിട്ട് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ദ്വീപുകളിൽ നിന്നുമുള്ള, അതായത് ചേത്തിലാത്ത് എന്ന് പറയുന്നത് ചെറിയ ദ്വീപാണ്, പക്ഷെ അവരുടെ ആ ഓടമുണ്ടാക്കാനുള്ള സ്കിൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള ദ്വീപുകളെക്കാളും, അതായത് ബാക്കിയുള്ള ദ്വീപുകളിലേക്ക് ആവശ്യമുള്ള ഓടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് കരയിലേക്ക് യാത്ര ചെയ്യാനുള്ള പായക്കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചേത്തിലാത്തുകാരാണെന്ന് പറയും. അത്രയും ചെറിയൊരു ദ്വീപിൽ തന്നെ, അതായത് ആകെ ഇപ്പോഴും 2000-ൽ കൂടുതൽ ജനസംഖ്യയില്ലാത്തൊരു പ്രദേശമാണ്, ചെറിയ ദേശമാണ്. അവിടെയുള്ള അത്രയും കുറഞ്ഞ ആൾക്കാരിൽ ഇത്രയും സ്കില്ലുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആണ് അവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ മരം കൊണ്ടുള്ള, പണ്ട് അന്തമാനിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ അവർ വുഡ് കൊണ്ടുവന്നിട്ട് ടീക്ക് വുഡിൽ പണിത വീടുകളുണ്ട്, പള്ളികളുണ്ട്. ഇന്നിപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളിൽ പലതും ഇന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിലും ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ശരിക്ക് ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ്. അവർ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മാൽഡീവിലേക്കോ ഒരിക്കലും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ദേശസ്നേഹികളായ ഒരു വിഭാഗത്തിൻ്റെ നാടാണ്. അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസമെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ആ ആതിഥ്യ മര്യാദയാണ് ഇന്ന് കേരളത്തിലും മറ്റ് അവിടെ പോയി താമസിച്ചവർ, നമ്മളെ പഠിപ്പിക്കാൻ വന്ന ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ മക്കൾ അവിടെ ജനിച്ചു വളർന്നവരാണ്. അവർക്ക് പറയാനുള്ളതും ദ്വീപിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ എന്താണ് കാരണം? ഒരിക്കലും ഞങ്ങളങ്ങനെ ദ്വീപിനെ കണ്ടിട്ടില്ലല്ലോ. അവിടെ തീവ്രവാദികൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ലെന്ന് ആ മാസ്റ്റർമാർ, ആ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുട്ടികൾ ഇന്നും ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രിൻ്റ് മീഡിയയിലൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുന്നു, അവരുടെ ദ്വീപനുഭവങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം.
അതാണ് ദ്വീപിൻ്റെ ചരിത്രം. അതായത് അപ്പോൾ അവിടെ ഇത്രയും വർഷങ്ങൾ, അതായത് 1960കളിലാണ് അവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിക്കും. അന്ന് അങ്ങോട്ട് ഈ പായക്കപ്പലുകളിൽ വന്ന് അവർ അത്രയും പ്രയാസം സഹിച്ച് അല്ലെങ്കിൽ അവിടെ വന്ന് സെറ്റിൽ ചെയ്ത കേരളത്തിൽ നിന്നുള്ള അധ്യാപകർ, ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ദ്വീപിനെക്കുറിച്ചുള്ള അനുഭവം, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്നും അവരുടെ കുടുംബങ്ങളിൽ ദ്വീപിനെക്കുറിച്ചുള്ള ഒരു കാഴ്ച അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അവർക്കിപ്പോഴും ദ്വീപിൽ പോകണം, ദ്വീപുകാരെ കാണണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ദ്വീപിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ ഒരു വേര് അവർ കണ്ടെത്തുന്നത്, ഇന്നത്തെ പുതിയ ഭരണകൂടം കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ദ്വീപുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെ ദ്വീപിലേക്ക് ബന്ധപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക. എന്താണെന്ന് വെച്ചാൽ മിനിക്കോയിയുടെ തെക്ക് ഭാഗത്ത് ഏകദേശം 90 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് മാൽഡീവ്സ് വരുന്നത്. മാൽഡീവ്സിൻ്റെ നോർത്തേൺ ഐലൻഡ് വരുന്നത് മിനിക്കോയിയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള 90 നോട്ടിക്കൽ മൈൽസ് അടുത്താണ്. ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ഒരു ശ്രീലങ്കക്കാരുള്ള ഒരു മത്സ്യബന്ധന ബോട്ട് ഇറാനിൽ നിന്നും ചൈനയുടെ ഏതോ ഒരു നിർദ്ദേശപ്രകാരം പോകുന്ന ബോട്ട് പിടിച്ചിരിക്കുന്നത് മിനിക്കോയിൽ നിന്നും ഏകദേശം 40 നോട്ടിക്കൽ മൈലിനപ്പുറത്ത്. അതായത് മിനിക്കോയുടെ അതിർത്തി വരുന്നത് 12 നോട്ടിക്കൽ മൈലാണ്. മിനിക്കോയ് മാത്രമല്ല, കേരളത്തിലായാലും ലക്ഷദ്വീപിലായാലും ഇന്ത്യയിലെ ഏത് കോസ്റ്റിലായാലും ഇന്നത്തെ നേവിഗേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റൽ നിയമമനുസരിച്ച് 12 നോട്ടിക്കൽ മൈലാണ് ശരിക്ക് ഒരു തീരദേശത്തിൻ്റെ അതിരായിട്ട് നിശ്ചയിക്കുന്നത്. ഈ 12 നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറത്ത് വരുന്നത് ഈ ദേശത്തിനോ ഈ പ്രദേശവുമായി കണക്ട് ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ലാത്തൊരു കാര്യമാണ്. അത് പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയുമാണ്. അവർ തീരസംരക്ഷണ സേനയാണ്. അവർക്ക് ഇന്ത്യൻ അറബിക്കടലിൻ്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരാണവർ. അല്ലാണ്ട് മിനിക്കോയുടെ 12 നോട്ടിക്കൽ മൈൽ അകത്തോ മിനിക്കോയിലെ ലഗൂണിനകത്തോ മിനിക്കോയുടെ ലാൻഡിന് ഉള്ളിൽ നിന്നോ ഇങ്ങനെ ഒരു കഞ്ചാവോ മയക്കുമരുന്നോ AK-47 പിടിച്ചിട്ടില്ല എന്ന് അവർക്ക് തന്നെ പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും എവിടെ നിന്ന് പിടിച്ചു, മിനിക്കോയിലുള്ള ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയാൻ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ദ്വീപുകാരനെയും ഈ ഒരു ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ദ്വീപുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയമാണ് ഈ ആയുധങ്ങൾ പിടിച്ചതും തീവ്രവാദ ബന്ധമുള്ള മയക്കുമരുന്ന് പിടിച്ചതും. ശ്രീലങ്കയിൽ നിന്നുള്ള 4 പേരെയാണ് ആ ബോട്ടിൽ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തതെന്നാണ് പത്രങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ലക്ഷദ്വീപിൻ്റെ എക്കോണമി ഡിപ്പെൻഡ് ചെയ്യുന്നത് കടലിനെയും കരയിലുള്ള തെങ്ങുകളെയും. അതുകൂടാതെ അടുത്ത ഏറ്റവും ഇൻകം കിട്ടാവുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപിന് ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് ടൂറിസം. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൻ്റെ ടൂറിസം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെയും അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ അതിൽ നിന്നും യഥാർത്ഥ പ്രയോജനം ലഭിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടത്താൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് ഒരു ലഗൂൺ വില്ല എന്ന പ്രൊജക്റ്റാണ് അവർ ശരിക്കും പറഞ്ഞാൽ 2014 മുതൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലഗൂൺ വില്ല വരുന്നത് മിനിക്കോയിലെ ലഗൂണിനകത്താണ്. അതായത് വളരെ ആഴം കുറവുള്ള സാലോ ആയിട്ടുള്ള, അതായത് ഏറ്റവും ലോ ടൈഡിൽ തീരെ വെള്ളമുണ്ടാവാത്ത ഒരു പ്രദേശമാണ്. ഏറ്റവും ഹൈ ടൈഡിലാണെങ്കിൽ ഒരാളുടെ കഴുത്തിനൊപ്പം വെള്ളം നിൽക്കുന്ന പ്രദേശം വലിയൊരു ഏരിയയാണ്, ഏക്കർ കണക്കിന് സ്ഥലമാണ്.
അവിടെ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിലുള്ള ജൈവ വൈവിധ്യങ്ങൾ നശിച്ചു പോകും. ഈ അവിടെ ജീവിക്കുന്ന മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, കോറൽസ്, അതുമായി ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ബയോഡൈവേഴ്സിറ്റിയെ വളരെയധികം ഹാനികരമായി ബാധിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ലഗൂൺ വില്ല യഥാർത്ഥത്തിൽ. അതിൽ നിന്നും കിട്ടുന്ന ഇൻകത്തെക്കാളും അതിൽ വരുന്ന ലോസ്, എക്കോളജിക്ക് വരുന്ന, എൻവിറോൺമെൻറ്റിന് വരുന്ന ലോസ് എന്ന് പറയുന്നത് അതിനേക്കാളും ഭീകരമായ ലോസാണ്. അത് അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക്, ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഈ വാർണിംഗ് ലോകത്ത് എല്ലാവരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ ഗുണത്തെക്കാൾ ദോഷമാണ്. അതായത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്ലാനിന് പകരം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് റിഫോംസ് കൊണ്ടുവരുന്നത്. അതായത് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ റെഗുലേഷൻ എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും അപകടകരമായ നിയമം എന്ന് പറയുന്നത്, അവിടെ ചവിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ അവിടെ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ആ റെഗുലേഷൻ വിരൽ ചൂണ്ടുന്നത്. കാരണം എന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ കളക്ടറും ഈ അഡ്മിനിസ്ട്രേറ്ററും ഏകദേശം അവർ 2 വർഷമോ 3 വർഷമോ മാക്സിമം ഉണ്ടാവുള്ളൂ. അവർ നിയമമുണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ പോയെന്ന് വരും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ബാച്ചിൽ ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്ത, മനുഷ്യരോട് യാതൊരു വിധ ബഹുമാനവുമില്ലാത്ത, അല്ലെങ്കിൽ പ്രകൃതിയോട് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഡിസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അവർ ഏറ്റെടുക്കുന്ന ഈ പ്ലാൻ പ്രകാരം ഇന്ന സ്ഥലം ഞാൻ ഇന്നൊരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന്, അല്ലെങ്കിൽ ഒരു ടൂറിസം റിസോർട്ടിന്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഡീമാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഒരാളുടെ കൃഷി ഉണ്ടാവാം, ഡയറി ഉണ്ടാവാം, അതായത് ഫിഷിംഗ് ആക്ടിവിറ്റീസിൽ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന ചെറിയ യൂണിറ്റുകൾ ഉണ്ടാവാം. അവരുടെ ജീവിത ഉപാധിയാണ്, അവർ നിലനിൽക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും. അതെല്ലാം അവർ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ ഇവരെ പിടിച്ചിറക്കുകയും, അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയും, അവരുടെ ജീവിത മാർഗവും അവരുടെ വീടും അവർ താമസിക്കുന്ന വീടും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഈ അധികാരിക്ക് എവിടെയും ഏത് സ്ഥലം വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ ജീവിക്കുന്നവരെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പെടില്ലെന്നാണ് ഏറ്റവും അപകടകരമായ കാര്യം. നീതി കിട്ടുകയില്ല. അതായത് നീതിപൂർവമായി ഒരു സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം അനീതിക്ക് വഴിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് അപകടകരമായ ഒരു റെഗുലേഷനാണ്. അത് ഒരിക്കലും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടില്ല. അത് എത്ര വലിയ ഡെവലപ്മെൻറ്റ് സ്വപ്നങ്ങളായാലും വിഷനായാലും ശരി, അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ മനുഷ്യരെ, അവിടുത്തെ ആ ചെറിയ തുരുത്തുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഭൂപ്രദേശമാണ് അവിടെ ഉള്ളത്. അതിൽ വലിയ വലിയ റോഡുകളോ വലിയ വലിയ കെട്ടിടങ്ങളോ വലിയ വലിയ ഫാക്ടറികളോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസോർട്ടുകൾ കടലിൽ വന്നു കഴിഞ്ഞാൽ ആ ഭൂപ്രകൃതി നശിക്കും. അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവർക്ക് പട്ടിണി കിടക്കേണ്ടി വരാത്ത ഒരു ജനതയാണ് അവർ. പട്ടിണി കിടക്കേണ്ടി വരില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ ദൈവീക നീതിയുടെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കടലിനടുത്ത് കിടന്നിട്ടും കടൽ കയറിയിട്ട് ഒരു മനുഷ്യൻ ചത്തിട്ടില്ല ഇതുവരെ. രാത്രി കടൽ കയറിയിട്ടില്ല. അവരുറങ്ങുമ്പോൾ കടലിനെ അവർ ഭയപ്പെട്ടിട്ടല്ല കിടന്നുറങ്ങുന്നത്. അവരൊരിക്കലും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പട്ടിണിയാവുമോ എന്ന് ഭയപ്പെടാറില്ല. എന്ന് പറഞ്ഞാൽ പക്ഷികൾ രാവിലെ എണീറ്റ് അവർ ഭക്ഷണം തേടി പോകുന്നു, വൈകുന്നേരം നിറവയറുമായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങി ഒരു ചൂണ്ടയിട്ട അവനൊരു മീൻ കിട്ടും.
നാട്ടിലിറങ്ങി ഏതെങ്കിലും ഒരു തെങ്ങിൻ തോട്ടത്തിൽ നടന്നാൽ ഒരു തേങ്ങ കിട്ടും. അതിനെടുക്കുന്നതിൽ ആരും തടയുകയില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹികളാണ്. ആവശ്യമുള്ളവന് ഭക്ഷണം കൊടുക്കുന്നവരാണ്, നെഞ്ചോട് ചേർക്കുന്നവരാണ്, ദയാദാക്ഷിണ്യമുള്ളവരാണ്. അതുകൊണ്ട് അവിടെ പട്ടിണിയോ അവിടെ ഭയമോ ഒരു ഭയവുമില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും വീടുകളുടെ വാതിൽ രാത്രി പോലും മിക്ക വീടുകളിൽ അടക്കാറില്ല. ഒരുപാട് ആൾക്കാർ കടപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ഈ കടൽ കയറാവുന്ന കടപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു രീതി ഇപ്പോഴും പല ദ്വീപുകളിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ അതിൽ കിട്ടുന്ന മാനസികമായ സന്തോഷം, ആ ഒരു സംതൃപ്തി, അതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ ഉപകരിക്കുക. അതുകൊണ്ട് ജനങ്ങളുടെ രക്ഷയും ഈ രാജ്യത്തിൻ്റെ സമാധാനവും നിലനിൽക്കണമെങ്കിൽ ആ നിയമങ്ങൾ മാറ്റിയേ നമുക്ക് ഇനി അടങ്ങിയിരിക്കാൻ പറ്റുകയുള്ളൂ.